ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്നുള്ളത് ഹമൂർ ഫ്രൈ ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന അമൂർ എന്ന ഫിഷ് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഈ ഫിഷ് കട്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു മസാല പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പരന്ന പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫിഷിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയും സാധാരണ റെഡ് ചില്ലിയും മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി ചതച്ചതും ഒപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെയാണ്. അല്പം മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മസാലയിലേക്ക് പുളിപ്പിന് ആവശ്യമായിട്ട് നമ്മൾ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ലെമൺ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വെള്ളത്തിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താൽ നമ്മുടെ മസാലയ്ക്ക് സ്വാദ് കൂടുതലുണ്ടാവും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഓരോ ടൈമിനനുസരിച്ച് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താൽ കുഴപ്പമില്ല. നമ്മൾ നൈറ്റിലൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ മസാല ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ ഒത്തിരി ഹെവി ആയി പോകും. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വെള്ളത്തിൽ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് നമ്മുടെ മസാല മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് നമ്മുടെ ഫിഷിലേക്ക് തേച്ച് കൊടുക്കാനുള്ള ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് മസാല തേക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് അല്പം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഫിഷിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷിൽ മുഴുവനായിട്ട് മസാല നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷിൻ്റെ ഈ 2 പോർഷനാക്കി വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ നടുഭാഗത്തേക്ക്, അതായത് ഉള്ളിലെ ഭാഗത്തേക്ക് നമുക്ക് അല്പം ചിക്കൻ ടിക്ക മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ടിക്ക മസാല ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് അല്പം ജീരകം പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും ജീരകം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം കസൂരി മേത്തി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്ത ടിക്ക മസാലയും ജീരകം പൗഡറും കസൂരി മേത്തിയും പെരിഞ്ജീരകം പൗഡറും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഒരു സ്പെഷ്യൽ ഫ്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണമെന്നല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലേവർ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫിഷിൻ്റെ പുറമേ വേറെ ടേസ്റ്റും ഫിഷിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിനാണ് ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്ത് മാത്രം ഈ മസാല തേച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പാൻ തന്നെ എടുക്കാം. ഇവിടെ ഒരു വലിയ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ കയ്യിലുള്ള മാക്സിമം വലിയ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചാർക്കോൾ വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലും ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുവാനായിട്ട് പോകുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിഷ് ഇതിലേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഫിഷിൻ്റെ 2 പോർഷൻ അതേ രീതിയിൽ തന്നെ മാറ്റി മാറ്റിയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഫിഷിൻ്റെ ഉള്ളിൽ വരെ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുക.
നമ്മൾ അടച്ച് വെച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളു ശരിയായ രീതിയിൽ വേവാതായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 പോർഷൻസ് ഇതുപോലെ വച്ചിട്ട് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി വേവ് അധികമുള്ള മീനല്ല നമ്മളുടേത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫിഷ് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുവാനായിട്ട്. നമ്മുടെ ഹെഡ് പോർഷനൊക്കെ, അതായത് ഫിഷിൻ്റെ തല വരുന്ന ഭാഗമൊക്കെ ഇത്തിരി വലുപ്പം കൂടുതലുള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ ഇതുപോലെ എണ്ണ ചരിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ വരുന്ന ചെറിയ പോർഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അത് ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഫിഷിൻ്റെ 2 വശവും നല്ല രീതിയിൽ കുക്കാവുന്നത് വരെ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. വളരെ ശ്രദ്ധയോടെ വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുവാനായിട്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ്. ഇപ്പം നമ്മുടെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലയിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പോർഷൻ ഈ ഫിഷിന് മുകളിലായി തന്നെ വച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വാഴയില നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. 2 വശവും നമുക്കിതുപോലെ ഒരു ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ തന്നെ ഈ ഫിഷ് ഇത്തരത്തിൽ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വാഴയിലയുടെ സ്മെല്ലൊക്കെ ആയിട്ട് നമ്മുടെ ഫിഷിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തെടുക്കുന്നത്. ഒപ്പം തന്നെ ചൂടൊന്നും പോവാതെ നല്ല ഫിഷ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും നമ്മൾ കഴിക്കുന്ന ടൈമിൽ. കണ്ടോ, നമ്മുടെ അമോർ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. നമുക്ക് വലിയ ഏത് ഫിഷും ഇത്തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്സും കമൻസും അറിയിച്ചേക്കണം. പുതിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.